ആ, അങ്ങനെ ശേഖരന്റെ മരണം അതങ്ങ് കഴിഞ്ഞു. ഇതിപ്പോ ദിവസം 3-4 നമ്മൾ ഇത് തന്നെ ഫ്രണ്ട് പേജിൽ വെച്ച് കളിക്കുന്നു, ഇല്ലേ നന്ദൻ? അല്ല, സംഭവം സ്റ്റൈലായി തുടങ്ങിയില്ലേ എന്നൊരു സംശയം. നാളെ മുതൽ നിങ്ങൾ അകത്തെ പേജിലോട്ട് തള്ളിയാലോ? എന്നാ? അല്ല, PA വിളിച്ചപ്പോ ഗൗരവമായിട്ടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ചീഫ് എഡിറ്റർക്ക്. ചുറ്റിക്കറങ്ങി അതേലോട്ട് തന്നെ വരുവാടോ തന്റെ ഈ ചീഫ് എഡിറ്റർ. അതായത് കേട്ടോ നന്ദൻ, നമുക്ക് ഇന്ന് വെളുപ്പിന് കിട്ടിയ കണക്കും കൂടെ വെച്ച് നോക്കുമ്പോ മൊത്തം 8,47,314. അതാ ഇപ്പൊ നമ്മുടെ കേരള വിസ്മയുടെ ഒരു ടോട്ടൽ സർക്കുലേഷൻ. എന്നാൽ ഇനി വരാൻ പോണ 4 മാസം കൊണ്ട്, അതായത് അടുത്ത ABC കണക്കെടുപ്പിന് മുമ്പ് നമുക്കൊരു 10 ലക്ഷത്തെ കൊണ്ട് മുട്ടിക്കണം. ഒരു സർക്കുലേഷൻ ബുക്ക് എന്നാ വേണ്ടായോ? പക്ഷെ അതിന് ചുമ്മാതൊക്കെ വില, അതിലെ കൃത്രിമങ്ങളും കൂടെ വേണ്ടിവരും എന്ന് അല്ലേ? അല്ല, എന്നാട്ടേണ്ട അതിനുള്ള മരുന്നാ ഇതില് കൃത്രിമത്തിന്. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ അനന്തനാരായണൻ നമ്പി, ഡോക്ടർ KP അടിയോടി. ശാസ്ത്രജ്ഞന്മാരാ നമ്മുടെ ബഹിരാകാശ കേന്ദ്രത്തില്. അറിയാം. എന്നാ മറിക്ക്. പെൺകൊച്ചുങ്ങൾ കാഴ്ചക്ക് കൊള്ളാം, പേശകായില്ലയോ? അപ്പൊ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയും ഇവിളുമാരെയും കൂട്ടിച്ചേർത്ത് വെച്ച് ഇത്തിരി കൊള്ളിക്കരുതാഴിക പറഞ്ഞാല് അതാര് കേട്ടാലും അതങ്ങ് നമ്പും, ഇല്ലേ നന്ദൻ? അതേടോ, കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് സ്പേസ് ഫിസിക്സ് കോൺഗ്രസിന് ചിക്കാഗോയിൽ ചെന്നിറങ്ങിയ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരും പിന്നെ തേണ്ടി പെമ്പിള്ളേരും ഒരുമിച്ച് ഒരേ ഹോട്ടലിലായിരുന്നു പൊറുതി. തേണ്ടി ഇതിലുണ്ട് കള്ളാസ്. എടോ, ഒരുമിച്ച് പൊറുത്തു എന്ന് പറഞ്ഞാല് ഒരേ മുറിയിലാന്നല്ല, ഒരേ ഹോട്ടലില് ഒരേ സമയത്ത് ഒരേ ദിവസങ്ങളില്. എന്നാ അത് പോരായോ? ആയിക്കോട്ടെ നന്ദൻ, അതാര് നോക്കുന്നു? ഒരുമിച്ചല്ലേലും ഒരുമിച്ചായിരുന്നു എന്ന് നമ്മളങ്ങ് വരുത്തി തീർക്കും. അതിന് വേണ്ടപ്പെട്ട ചില രേഖകൾ ഉണ്ടാക്കി അയക്കാൻ അമേരിക്കയുടെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ഇത്തിരി ചക്രവും കൂടെ കൊടുത്ത് ഏൽപ്പിച്ചാ ഇത്തവണ അവിടെ നിങ്ങോട്ട് പോന്നിരിക്കുന്നത് തന്റെ ഈ ചീഫ് എഡിറ്റർ. ഇന്ത്യൻ ബഹിരാകാശ തന്ത്രങ്ങൾ ചോരുന്നു, വിദേശചാര സുന്ദരിമാർക്കൊപ്പം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ, ഭാരതം അപകടത്തിൽ. യാതൊരു ബേസും ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചാൽ ഇവരുടെയൊക്കെ ഫാമിലീസ്, സോഷ്യൽ ലൈഫ്, രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വാഴയ്ക്കാത്തലി. എടോ നന്ദൻ, ആരുടെയൊക്കെ എന്നാക്ക ഒടിഞ്ഞാലും ശരി, പറഞ്ഞല്ലോ ഐ വാണ്ട് എ സർക്കുലേഷൻ ബുക്ക്. എനിക്ക് 10 ലക്ഷം പത്രം അടിച്ചു വെക്കണം, പരസ്യരേറ്റ് കൂട്ടണം, കൊച്ചുമക്കൾക്ക് വേണ്ടി 10 ഏക്കർ മിച്ചം പിടിക്കണം. അതാ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഈ പാട്ടത്തി കുടുംബക്കാരുടെ ഒരു പത്രധർമ്മം. എന്ന് മനസ്സിലായോ അതെനിക്ക്? ഇല്ല സർ, ഐ ഡിഡ് നോട്ട് ഗെറ്റ് യു. ഇല്ലാത്ത ചാരസുന്ദരിയുടെ ഹോട്ടൽ മുറിയിലെ കിടക്കവിരിയിൽ എത്ര പേരുടെ വിയർപ്പിറ്റു, എത്ര തുള്ളി രേതസിറ്റു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ്, സിക്കനിങ്, റിപ്പൾസീവ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ കൊണ്ട് സർക്കുലേഷൻ ബൂമുണ്ടാക്കുന്ന പത്രധർമ്മത്തിന്റെ പടിന്യായങ്ങളും എനിക്ക് മനസ്സിലാവില്ല. For they are too tough for my convictions to grasp. For they are too difficult for my conscience to digest. Please sir, ഇല്ലാത്ത രാജ്യദ്രോഹ കഥകളിലും ഇല്ലാത്ത വാണിഭ കേസുകളിലും പ്രതികളെന്ന് മുദ്രകുത്തി പ്രായം തികഞ്ഞ സ്വന്തം പെൺമക്കളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത ഗതികേടിൽ പലരെയും ജീവിതത്തിൽ നിന്ന് പടിയിറക്കി പിണ്ണം വെച്ചിട്ടുണ്ട് അങ്ങയുടെ ഈ മഹാപാരമ്പര്യമുള്ള പത്രം. നന്ദൻ, വെറും ഒരു കുരുവിത്തരം ബേബിച്ചോടല്ല കേരള ചീഫ് എഡിറ്റർ ഔദക്കുട്ടിച്ചാനോടാ താനീ സംസാരിക്കുന്നത്. സോ സ്റ്റോപ്പ് ദ നോൺസെൻസ്. തനിക്ക് സമ്മതമാണെങ്കിലും ശരി അല്ലേലും ശരി, വരുന്ന തിങ്കളാഴ്ച മുതൽ കേരള അച്ചടിച്ചു തുടങ്ങും ഈ ചാരക്കഥ. എന്താ, തയ്യാറുണ്ടോ താൻ? Just say yes or no. No sir, a big blatant no. അസോസിയേറ്റ് എഡിറ്ററുടെ കസേരയിൽ ഈ നന്ദഗോപാൽ ഇരിക്കുവോളം ഇങ്ങനെ ഒരു കെട്ടുകഥ അച്ചടിച്ചു വരില്ല കേരള രശ്മിയിൽ. It is my prerogative to say no. എന്നാ പിന്നെ നാളെ മുതൽ അസോസിയേറ്റ് എഡിറ്ററുടെ കസേരയിൽ തനിക്ക് വരെ കുരുവിത്തരം ബേബിച്ചങ്കർ ഇരുന്നാലോ നന്ദൻ? ഇംപോസിബിൾ സർ. ഇങ്ങോട്ട് പുറപ്പെടും മുമ്പ് ഡൽഹിയിൽ അങ്ങയുടെ മൂത്ത മകൻ രവി ജോസഫും ഞാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി വേണമെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. എസ്പെഷ്യലി അതിലെ ക്ലോസ് നമ്പർ 3. 3 വർഷത്തേക്ക് നന്ദഗോപാലിനെ ഇവിടെ നിന്ന് പിരിച്ചയക്കാൻ അങ്ങേക്ക് അധികാരമില്ല. For various reasons, unless I wish to be sacked. And I am sorry sir. Sorry for being impolite. And mind you sir, റബ്ബർ മരം വെട്ടിമുറിച്ചാൽ ഇറ്റ് കിട്ടുന്ന കറ കൊണ്ട് അങ്ങേക്ക് സാമ്രാജ്യങ്ങൾ കെട്ടി ഉയർത്താം. അതിന് അങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒപ്പം ഒരു പത്ര സാമ്രാജ്യം കെട്ടിയുറപ്പിക്കാനുള്ള വെമ്പലിൽ കണ്ണിൽ കാണുന്നതിന്റെ എല്ലാം നേർക്ക് കത്തി വീശാൻ അങ്ങ് തുനിയുമ്പോൾ മുറിയുന്നത് മരമല്ല സർ, മനുഷ്യ ഹൃദയങ്ങളാണ്. ഇറ്റ് വീഴുന്നത് കറയല്ല, നിരപരാധികളുടെ കണ്ണീരും ചോരയുമാണ്. അതിൽ നിന്ന് കെട്ടി ഉയർത്തുന്നതൊന്നും ഒരു സാമ്രാജ്യവും ശാശ്വതമാവില്ല. ഔദക്കുട്ടിച്ചായൻ, പ്ലീസ് കീപ് ദാറ്റ് പ്രിന്റഡ് ഇൻ യുവർ മൈൻഡ്. ഗംഭീരം നന്ദഗോപാൽ, അതിഗംഭീരം.
പറഞ്ഞു കേട്ടതിനേക്കാൾ വാക്ചാതുരി, അറിഞ്ഞു വെച്ചതിനേക്കാൾ ചങ്കൂറ്റം. ഐ ഫീൽ സോ പ്ലീസ് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഇല്ലടോ, ഞാൻ ഈ നന്ദഗോപാലിനെ ചുമ്മാതൊന്ന് വളച്ചു നോക്കിയതാ ഒടിയോന്നറിയാൻ. എന്നാ നന്ദന് മനസ്സിലായോടോ വിശ്വനാഥനെ? അറിയും സർ. പണ്ടേതോ ചതിയിൽ അങ്ങയുടെ അനുജൻ പാട്ടത്തിൽ ചെറിയാച്ചൻ അവകാശപ്പെട്ട ഷെയറുകൾ കൈവശപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായി കേരള രശ്മിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തിയ ഔട്ട്സൈഡർ. ഒറ്റയ്ക്ക് നിന്നാൽ പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അങ്ങേക്കാൾ ശക്തൻ. നാളെ ഒരുപക്ഷെ ഈ അച്ഛന്റെ കാലം കഴിഞ്ഞാൽ തമ്മിലടിക്കുന്ന മക്കളുടെ തലയ്ക്ക് മീതെ കേരള രശ്മിയിലെ സർവശക്തൻ. And he is the most intimidating enemy whom you sleep with. Am I right, Mr. Vishwanathan? Bye, sir. വല്ലാത്തൊരു വിത്തുഗുണമുള്ള തീയാണവൻ. സൂക്ഷിക്കണം. He comes from such a dangerous lineage of fire. ഇതെന്തു പറ്റി? തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ പഴയ ജനറൽ സെക്രട്ടറിക്ക് പതിവില്ലാത്തൊരു ചിന്താഭാരം. മൂക്കുപൊടി തീർന്നിട്ട്? അല്ല മോളെ, ഞാൻ വല്ലാത്തൊരു ക്ഷീണമല്ലേ? ഇപ്പം മാറിക്കോളും. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ, മാർക്കറ്റിലൊരു കടയിൽ കണ്ടുവച്ചിട്ടുണ്ട്, വാങ്ങിത്തരാന്ന്. മെയ്ഡ് ഇൻ ബംഗാൾ. നീ എന്തിനാ മോളെ ഇതിനിടയ്ക്ക്? അയ്യേ, അതിന് ഞാൻ മാർക്കറ്റിൽ ഇറങ്ങി ചുറ്റി തിരിഞ്ഞിട്ടൊന്നുമില്ല. ഇതാ ചെക്കനെ വിട്ട് വരുത്തിച്ചതാ, ഇബിനുനെ. എന്നിട്ട് എവിടെ മുഖപ്രസംഗം? അല്ല, അത് ഞാൻ ആഹാ, നന്നായിരിക്കുന്നു. ഇതിങ്ങനെ തന്നെ അങ്ങ് കമ്പോസ് ചെയ്യാൻ കൊടുക്കാം. എന്താ വെറുതെ ഇങ്ങനെ കടലാസും പേനായും എടുത്ത് മുന്നിൽ വെക്കുന്നു എന്നല്ലാതെ കൈ അങ്ങോട്ട് ചലിച്ചു കിട്ടുന്നില്ല മോളെ. കിട്ടണം. ഉറങ്ങുന്ന മലയാള മനസാക്ഷിയെ ഒരുപാട് തവണ കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ച് വിളിച്ചുണർത്തിയ മാധവ്ജിയുടെ പേനയ്ക്ക് ചലിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാല് ദാ ജാഗ്രത ഇപ്പൊ തന്നെ അടച്ചുപൂട്ടാൻ പറയാം മാനേജരോട്. എന്താ മോളെ? എന്താടാ? ചേച്ചി, നന്ദേട്ടൻ ഇതാ പുറത്ത് കാറില്. നിന്നെ എന്തോ കാണാനുണ്ട്, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്ത് അനുവാദം ചോദിച്ചിരുന്നു നന്ദൻ. മോള് വേഗം ചെല്ലേ. അപ്പൊ മുഖപ്രസംഗം? ചായ നന്ദഗോപാലിന്റെ സ്വന്തം കൈപ്പടയിലാണ്. തനിക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ആഹാ, എന്തു പറ്റി? സ്വയം മറന്നിങ്ങനെ ഒരു നിൽപ്പ്, ആസ് എഫ് ഇൻ എ ട്രാൻസ്. അല്ല, ഞാനിതിങ്ങനെ നന്ദഗോപാലിന്റെ ജീവിതത്തിലെ ഒരു അപൂർവ സമ്പാദ്യമാണ് ഇതായത്. അച്ഛൻ പബ്ലിഷ് ചെയ്തിരുന്ന പത്രം ദി ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ഫ്രം ബോംബെ. ഇതിറങ്ങിയ ദിവസം അച്ഛൻ കൊല്ലപ്പെടുന്നത്. ഈ സമരാഹ്വാനത്തിന്റെ പേരിൽ he was hunted down. കൺമുന്നിൽ അച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു പോയൊരു വള്ളിനിക്കറുകാരന് അന്ന് ഇത് മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. ഒരു നിധി പോലെ ഇങ്ങനെ എടുത്ത് കാത്തു സൂക്ഷിച്ചു വെക്കാൻ. ഒരർത്ഥത്തിൽ ഒരേ അനുഭവത്തിന്റെ തന്നെ അനന്തരാവകാശികളാ നമ്മൾ രണ്ടാളും, അല്ലേ? മുമ്പൊരിക്കൽ എന്റെ അച്ഛൻ, ഇപ്പൊ ശേഖരേട്ടൻ. വ്യക്തികളും സ്ഥലവും കാലവും ഒക്കെ മാറിയിട്ടുണ്ടാവാം, പക്ഷെ ക്രൂരമായി കൊന്നു തള്ളിയത് ഒരേ ജനസിലുള്ള ശക്തികൾ തന്നെയാ. രണ്ടാളെ, the same savage slaughterous forces. And look at the way they celebrated his death. End to aggressive trade unionism. Venugopal shot dead. End to aberrational unionism. ഉഗ്രവാദി എന്നും ഉന്മാദി എന്നും വരെ മുദ്രകുത്തി ദി ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് എഡിറ്റർ വേണുഗോപാലിന്റെ മരണം അന്നൊരു ആഘോഷമാക്കിയെടുത്തു തുണിമിൽ ലോബിയുടെ മുഖപത്രങ്ങൾ. എന്നിട്ട് ഒടുവിൽ ഒരിറ്റ് കണ്ണീര്. ബോംബെ വീപ്സ്. മഹാനഗരം വിതുമ്പി പോലും. ലക്ഷണം കണ്ടിട്ട് താനും വല്ലാതെ കരഞ്ഞതുപോലെ ഉണ്ടെന്ന്, അല്ലേ? കരയിക്കാനല്ല, ഇനി ഒരിക്കലും ഈ കണ്ണ് നിറയില്ലെന്നൊരു തീരുമാനത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇല്ല നന്ദൻ,
ഒന്നിന്റെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ലാത്ത ശേഖരന്റെ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പതറിപ്പോവില്ല, തളരില്ല എന്നൊക്കെ ഭാവിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഒരു സ്ട്രെയിനിൽ കണ്ണു കലങ്ങിയതാവും. അല്ലാതെ പറഞ്ഞില്ലേ കീഴടങ്ങാൻ അറിയാത്ത ശേഖരന്റെ മകളെന്ന്. That's your spirit and that's your bloodline. അത് മറക്കാൻ പാടില്ല. കഷ്ടം. നല്ല ഒന്നാന്തരം ഒരു പുണ്യാത്മാവായിരുന്നു നമ്മുടെ ഈ ചത്തുപോയ ശേഖരേട്ടൻ, ഇല്ലേ അണ്ണൻജി? ഈ ഞാനെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും എന്താ പറയാ, ഒരു സ്വന്തം മകനെ പോലെ അത്രയ്ക്കൊരു വാത്സല്യമായിരുന്നു ശേഖരേട്ടൻ. ഷോ, ഓർക്കുമ്പോ എനിക്കെന്റെ രോമം ഇന്നേ തീയതി വരെ ശേഖരൻ കൊലക്കേസിൽ എന്തൊക്കെ അന്വേഷണം നടന്നു, എന്തൊക്കെ തെളിവെടുത്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇത് FIR, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഇത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. അതാകുമ്പോ നാളെ ക്യാബിനറ്റിൽ വെക്കാൻ ഒരു ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ പാതിരാത്രിക്ക് CM നേരിട്ട് വിളിച്ചുകൊടുത്ത് തൊള്ള കീറിയതിന് അന്നേരം മുതലിരുന്ന് കുത്തിപ്പടച്ചുണ്ടാക്കിയതിന്റെ കോപ്പിയായത്. സൂക്ഷിച്ചോളണം. സാക്ഷാൽ DGP അങ്ങനെ ഇത് വാങ്ങാൻ കൈനീട്ടിയെങ്കിലും ഉണ്ടല്ലോ, ചെന്ന് കുഞ്ഞബ്ദുള്ളയോട് ചോദിക്കാൻ പറയുമായിരുന്നു ഞാൻ. യോ പൊന്നെ, ദേ സഭാപതി എടുത്ത് തന്നു എന്നും പറഞ്ഞ് പത്രത്തിലെങ്കിലും കയറ്റി കാച്ചിക്കളയല്ലേ. എന്നെ എടുത്ത് ഉടുത്തുകളയും മേലുദ്യോഗസ്ഥന്മാര്. നന്ദൻജി, എവിഡൻസ് സൈഡിൽ വളരെ വീക്കായി കേസ്. തെളിവുകൾ തീരെ പോരാ ഞാൻ പഠിച്ചിടത്തോളം. ഓഹോ, ഒരൊറ്റ സ്പാർക്ക്. എവിടെന്നേലും ഒരു തെളിവിന്റെ തുമ്പ്, ഒരു എറുമ്പിന്റെ കുഞ്ഞ് കിണ്ണാമണിയുടെ അത്രയും ഒന്നിങ്ങോട്ട് വീണ് കയ്യിലോട്ട് കിട്ടിയേച്ചാ മതി, പിടിച്ചൊരൊറ്റ കേറ്റകേറി സഭാപതി. പിന്നെ ഏത് കൊമ്പത്ത മോന്റെ മോനാണെന്ന് പറഞ്ഞാലും ശരി, എടുത്തകത്തിട്ടുള്ള പെരുമാറ്റമാണ് സഭാപതിക്ക്. പക്ഷെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല നന്ദൻജി. അത്രയ്ക്ക് സിൻസിയറാ ഞാൻ ഈ കേസിൽ. അത്രയ്ക്ക് മഹിമയാ എനിക്ക് ശേഖരേട്ടൻ എന്ന് പറഞ്ഞാൽ.